ഇന്ന് നമുക്ക് ചിക്കൻ വറ്റിച്ച് വെച്ചാലോ. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. എന്നാലേ എനിക്ക് മുന്നോട്ട് വീഡിയോകൾ ചെയ്യാൻ സാധിക്കുള്ളൂ. കഴുകി വെച്ച ചിക്കനിലേക്ക് ഉപ്പുപൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ചേർത്ത് നല്ലപോലെ പുരട്ടിയെടുക്കാം. എന്നിട്ട് കീറിയ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില നന്നായി ചതച്ചതും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന നേരത്തെ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പം നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. വറ്റിച്ചെടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് വെള്ളം ഞാൻ ചേർക്കണില്ല കേട്ടോ. ക്യാമറയുടെ പിന്നിൽ വേറെ ആൾ ഇത് മിക്സ് ചെയ്ത് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇവനിത് കണ്ട് പഠിക്കട്ടെ. ഇനി നമുക്ക് കുക്കറിൽ ഒരു വിസിൽ കേൾക്കുന്നവരെ വേവിക്കാൻ വയ്ക്കാം. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. നീളത്തിലരിഞ്ഞ് സബോള ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പാകമായി വരുമ്പോൾ കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കിടന്ന് ഇളക്കി നന്നായി വെള്ളം വറ്റട്ടെ. ഇപ്പം ചിക്കൻ നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചിക്കൻ വറ്റിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.